വർഷങ്ങൾക്ക് മുൻപ് 2010-2013 കോളേജ് പഠനത്തിനായി തുംകൂറിലേക്ക് പോകുമ്പോൾ താമരശ്ശേരി ചുരം വഴിയാണ് ബസ്സിൽ പോകാറ്. അന്നൊക്കെ ചുരം കയറുമ്പോൾ ആകെ ഒരു പരിഭ്രാന്തിയാണ്. ചുരത്തിലെ മഞ്ഞുപാളികൾക്കിടയിലൂടെ ബസ്സിൽ തണുത്തു വിറച്ചു പോകുമ്പോൾ തോന്നാറുണ്ട്, ആരാണപ്പ ഈ കുത്തിറക്കം ഇങ്ങനെ പണിതു വെച്ചതെന്ന്. പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് ആളെ പിടികിട്ടിയത്. കരിന്തണ്ടൻ. പ്രകൃതി മനോഹാരിത തുളുമ്പുന്ന നാടാണ് വയനാട് എന്നിലുപരി കരിന്തണ്ടനെ പറ്റിയോ ചങ്ങലമരത്തെ പറ്റിയൊന്നും അന്ന് അറിവില്ലായിരുന്നു. പിന്നീട് വയനാടുള്ളത് സുഹൃത്തു വഴിയാണ് ചങ്ങലമരത്തെ പറ്റിയും കരിന്തണ്ടൻ എന്ന മഹാമനുഷ്യനെയും പറ്റി കൂടുതൽ അറിയാൻ ഇടയാവുന്നത്. ചങ്ങലമരത്തിന്റെയും കരിന്തണ്ടന്റെയും കഥ പറയുന്നതിന് മുൻപേ താമരശ്ശേരി ചുരത്തിനെ കുറിച്ച് അറിയണം. കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പാതയാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. വെള്ളാനകളുടെ നാട് എന്ന മലയാള സിനിമ കണ്ടവർക്ക് ആർക്കും തന്നെ നമ്മൾ ഏവരും മനം മറന്ന് ചിരിച്ച പപ്പുവിന്റെ ആ ഡയലോഗ് മറക്കാനാവില്ല. വയനാട് ചുരം എന്ന പേരിലാണ് ഇത് കുറെ കൂടി അറിയപ്പെടുന്നത്. ഈ പാത മലകൾക്കും കുന്നുകൾക്കും ഇടയിലൂടെ ഇന്ന് കാണുന്ന രീതിയിൽ വെട്ടിയെടുത്ത കഥ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. കുന്നുകളും മലനിരകളും തണുപ്പുള്ള കാലാവസ്ഥയും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൃഷിയുമൊക്കെ കൊണ്ട് ബ്രിട്ടീഷുകാരെ ഏറെ മോഹിപ്പിച്ച നാടായിരുന്നു വയനാട്. എന്നാൽ മോഹിപ്പിക്കുന്ന ഈ ഒരിടത്തേക്ക് എത്തിച്ചേരുവാൻ അവർ നേരിട്ടിരുന്നൊരു വലിയ വെല്ലുവിളിയായിരുന്നു. കുന്നും മലകളും കയറി എല്ലായ്പ്പോഴും വയനാട്ടിലേക്ക് കയറുക എന്നത് അവരെ സംബന്ധിച്ച് അസാധ്യമായ ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിനായി ഒരു എളുപ്പ വഴി കണ്ടുപിടിക്കണം, അതായിരുന്നു അവരുടെ ആഗ്രഹവും ലക്ഷ്യവും. എന്നാൽ ഇതിൽ വഴി തെളിയിക്കുവാൻ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം തോറ്റു നിരാശയായിരുന്നു ഫലം. ചിലർ കേമന്മാരായി വഴി കണ്ടുപിടിക്കാൻ പോയി പുലിക്കും കടുവയ്ക്കും ആഹാരമായി തീർന്നു. വഴി കണ്ടുപിടിക്കുന്നവർക്ക് വില കൂടിയ ഉപഹാരങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു പറങ്കികൾ. പക്ഷെ ആർക്കും തന്നെ അതിന് സാധിച്ചില്ല. ഓരോ വഴിയും അടഞ്ഞു നിന്ന ബ്രിട്ടീഷുകാരുടെ അടുത്തേക്ക് ദൈവദൂതനെ പോലെ ഒരുവനെത്തി. സൗന്ദര്യം തുളുമ്പുന്ന എണ്ണക്കറുപ്പുള്ളവൻ, ഒത്തവണ്ണമുള്ള ദൃഢമായ പേശികളുള്ള ഒരുവൻ, കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവ്. പണിയ വിഭാഗത്തിൽപ്പെട്ട കരിന്തണ്ടനെ അറിയാത്തതായി ആ കാട്ടിനുള്ളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാടിന്റെ ഓരോ മുക്കും മൂലയും ഇടവഴികളും സുരക്ഷിതമായ സ്ഥാനങ്ങളുമെല്ലാം തന്റെ കൈവെള്ളയിലെ രേഖകൾ പോലെ അറിയാവുന്ന ഒരു മനുഷ്യൻ. അടിവാരത്തുള്ള ചിപ്പലത്തോട് പണിയ ആദിവാസി വിഭാഗത്തിന്റെ മൂപ്പൻ കൂടിയായിരുന്നു കരിന്തണ്ടൻ. 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത്. കോഴിക്കോട് താമരശ്ശേരി കാട്ടിലായിരുന്നു കരിന്തണ്ടൻ താമസിച്ചിരുന്നത്. ചെറുപ്പം മുതൽക്കേ അവന്റെ ബാല്യം ചിലവിട്ടിരുന്നത് കാട്ടിലെ മൃഗങ്ങൾക്കൊപ്പമായിരുന്നു. കാട്ടിലെ പഴങ്ങൾ കഴിച്ചും അവൻ അവിടെയൊക്കെ ഓടിക്കളിച്ചു ജീവിച്ചു. പിന്നീട് അവരുടെ കൃഷിയൊക്കെ വന്യമൃഗങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളെ പിടിക്കുവാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും കൂടി അവനെ കളിയാക്കാൻ തുടങ്ങി. ഭാഗ്യം കൊണ്ടാണ് അവൻ കാട്ടുപന്നിയുടെ കുത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന്. നിനക്ക് ഒരു ജീവിയെ പോലും പിടിക്കാനാവില്ലെന്ന് അവര് മുദ്രകുത്തി. അവൻ അതിൽ വിഷമം പൂണ്ട് അവിടെ നിന്നും യാത്രയായി. പിന്നീട് എത്തപ്പെട്ടത് ഒരു വേട്ടയാടി പിടിക്കുന്ന കാട്ടുമൂപ്പന്മാരുടെ സങ്കേതത്തിലായിരുന്നു. അവരെല്ലാം വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുന്നതിൽ കേമന്മാരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ കരിന്തണ്ടൻ കൂടിച്ചേർന്നു. അവര് കരിന്തണ്ടനെ ആയുധം നൽകി വേട്ടയാടാൻ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കരിന്തണ്ടൻ ഒരു കാട്ടുപന്നിയെ പിടിച്ചു. എല്ലാവരും അവനെ അഭിനന്ദിച്ചു. കാട്ടുമൂപ്പന് അവനോട് അതിയായ ഇഷ്ടം തോന്നി. മൂപ്പൻ അവന് മൃഗങ്ങളെ വേട്ടയാടാനും കാട്ടിലെ അപൂർവയിനം ആയുർവേദ ചെടികളുടെയും രഹസ്യം പകർന്നു കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം മൂപ്പന്റെ കൂടെ വേട്ടയാടാൻ കരിന്തണ്ടനും മൂപ്പന്റെ മകനും ഉണ്ടായിരുന്നു. വേട്ടയ്ക്കിടെ മൂപ്പന്റെ മകനെ കടുവ ആക്രമിച്ചു. കടുവയിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തിയത് കരിന്തണ്ടനായിരുന്നു. ശേഷം മുറിവിൽ മരുന്ന് വെച്ചുകെട്ടി ദിവസങ്ങൾക്കകം ആളെ സുഖപ്പെടുത്തി. അങ്ങനെ മൂപ്പന്റെ മകൻ പഴയതുപോലെ തികച്ചും ആരോഗ്യവാനായി. മൂപ്പൻ കരിന്തണ്ടനെ അടുത്തേക്ക് വിളിച്ച് തന്നോടൊരു മഹാരഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ശേഷം നീ ആയിരിക്കും ഇവിടത്തെ മൂപ്പൻ എന്ന് അയാൾ പറഞ്ഞു. അതെങ്ങനെയെന്ന് ചോദിച്ച കരിന്തണ്ടനോട് മൂപ്പൻ ഇപ്രകാരം പറഞ്ഞു: ഇവിടെ ചില ആചാരങ്ങളുണ്ട്, അതിലൊന്നാണ് മലദേവി. ഇന്നലെ മലദേവി എന്നെ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, ഇനി കരിന്തണ്ടനാവും അടുത്ത മൂപ്പനെന്ന്. നിന്റെ സ്വർണവള കരിന്തണ്ടനെ ഏൽപ്പിക്കണമെന്ന്. പിന്നെ കരിന്തണ്ടനോട് മൂപ്പൻ ഒരു കാര്യം കൂടി പറഞ്ഞു: ഇതൊരു സാധാരണ വളയല്ല, അത് ധരിച്ചാൽ ദേവിയുടെ സംരക്ഷണം നിനക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ വള മൂപ്പൻ കരിന്തണ്ടന് നൽകി. മൂപ്പന് ഒരു മകളുണ്ടായിരുന്നു. അവളെ കരിന്തണ്ടന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കരിന്തണ്ടൻ മൂപ്പന്റെ മകളെ വിവാഹം കഴിച്ചു. എന്നാൽ അവിടെയായിരുന്നു ആ ആപത്തിന്റെ തുടക്കം.
അങ്ങനെ കാട്ടിൽ ആടുമേച്ചു നടക്കുന്ന കരിന്തണ്ടന്റെ സഹായം തേടാനായി പറങ്കികൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു നാട്ടുകാരനെ ബ്രിട്ടീഷുകാർ കൂടി കരിന്തണ്ടന്റെ അടുത്തേക്ക് കാര്യം അവതരിപ്പിക്കാൻ പറഞ്ഞുവിട്ടു. അയാൾ കരിന്തണ്ടനോട് ചോദിച്ചു, മൂപ്പ, എനിക്കിവിടെ നിന്നും കർണാടകത്തിലേക്ക് പോവാനുള്ള എളുപ്പവഴി പറഞ്ഞു തരാമോ എന്ന്. കരിന്തണ്ടൻ ഇതുകേട്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു തരാം, പക്ഷേ ഇത് നിന്റെ ആവശ്യമല്ലെന്ന് എനിക്ക് കൃത്യമായി അറിയാം. നിന്റെ പിറകിൽ ബ്രിട്ടീഷുകാർ ഉണ്ടെന്നും അവർക്കു വേണ്ടിയാണ് നീ ഇപ്പോൾ എന്നോട് സഹായം അഭ്യർത്ഥിച്ചതെന്നും എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്, നീ നിന്റെ ഏമാനോട് പോയി പറ ഞാൻ സമ്മതിച്ചു എന്ന്. എന്നാൽ ഒരാവശ്യമുണ്ട്, എനിക്ക് ഈ പാത എന്റെ പേരിൽ അറിയപ്പെടണം. അതുപോലെ ഇവിടെ നിന്നും പോകുവാൻ എനിക്ക് നിങ്ങൾ ചുങ്കവും തരണം. പോയി പറ എന്ന് കരിന്തണ്ടൻ പറഞ്ഞു. ബ്രിട്ടീഷുകാർ എല്ലാം സമ്മതിച്ചു. അങ്ങനെ കരിന്തണ്ടന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പാത തേടി മുന്നേറി. അടിവാരത്തിൽ നിന്നും ലക്കടിയിലേക്കുള്ള ആ എളുപ്പവഴി കണ്ടെത്തിയപ്പോൾ ബ്രിട്ടീഷ് സംഘത്തിന് സന്തോഷം അടക്കാനായില്ല. വയനാടൻ കാടറിഞ്ഞ കരിന്തണ്ടന്റെ സഹായത്തോടെ പുതിയൊരു ചരിത്രപാത അവിടെ തുറക്കപ്പെട്ടു. അവരുടെ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കറുത്ത മനസ്സിൽ മറ്റൊരു ദുഷ്ടപദ്ധതി ഉടലെടുത്തു. കാലങ്ങളായി പരിശ്രമിച്ച് തോൽവിയുടെ രുചി മാത്രം അറിഞ്ഞ ബ്രിട്ടീഷുകാർ വെറുമൊരു സാധാരണക്കാരനായ ആദിവാസിയുടെ സഹായത്തോടെ ദക്ഷിണേന്ത്യൻ പടയോട്ടം വ്യാപിപ്പിക്കാനുള്ള താക്കോൽ പാത തുറന്നു കിട്ടിയത് അംഗീകരിക്കാനാവുന്നതായിരുന്നില്ല. മാത്രമല്ല, ഈ കണ്ടുപിടിച്ച പാത കരിന്തണ്ടൻ മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ചിന്തയും ബ്രിട്ടീഷുകാരെ അലട്ടി. ഒടുവിൽ അവർ തീരുമാനിച്ചു, ഈ പാതയ്ക്ക് കാരണമായ കരിന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കണ്ട. ശാരീരിക ബലത്തിന്റെ കാര്യത്തിൽ കരിന്തണ്ടനെ വെല്ലാൻ ആർക്കുമാവില്ല. അയാളുടെ നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഒരു വെള്ളക്കാരനും ധൈര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ അതിനവർ തിരഞ്ഞെടുത്ത മാർഗം ചതിയുടേതായിരുന്നു. കരിന്തണ്ടന്റെ കയ്യിൽ കിടന്ന വളയായിരുന്നു ബാക്കി ആദിവാസികളിൽ നിന്നും അവനെ പ്രത്യേകം മാറ്റി നിർത്തുന്നതും അവന്റെ അടയാളവും. വളരെ പവിത്രമായ ഈ വള ഉറങ്ങുന്നതിന് മുൻപ് ഊരിവെക്കുകയും സൂര്യോദയത്തിനു ശേഷം കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുകയായിരുന്നു പതിവ്. കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ വകവരുത്താൻ കണ്ടെത്തിയ മാർഗവും ആ വള തന്നെയായിരുന്നു. ഒരു ദിവസം രാത്രി കരിന്തണ്ടൻ ഉറങ്ങാൻ നേരം വള ഊരിവെച്ചു. അത് ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. ഉണർന്നെഴുന്നേറ്റ കരിന്തണ്ടൻ തന്റെ അധികാരത്തിന്റെ ചിഹ്നം കാണാഞ്ഞതിനാൽ പരിഭ്രാന്തനായി. വള നഷ്ടപ്പെട്ട തനിക്ക് കുലത്തെ നയിക്കാനുള്ള അധികാരം നഷ്ടമാകുമെന്നറിയാവുന്ന കരിന്തണ്ടൻ മാനസിക വിഷമത്താൽ തളർന്നു വീണു. ഈ അവസരം മുതലെടുത്ത് വെള്ളക്കാർ തങ്ങളുടെ തോക്കിന് കരിന്തണ്ടനെ ഇരയാക്കി. കരിന്തണ്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വേറൊരു കഥ ഇങ്ങനെയാണ്. കരിന്തണ്ടൻ ബ്രിട്ടീഷുകാരുടെ ആവശ്യം ശരിവച്ചതിനു ശേഷം ഒരു ദിവസം കരിന്തണ്ടനെ നേരിട്ട് കാണാനായി ബ്രിട്ടീഷുകാർ കാട്ടിലേക്ക് പോയി. കരിന്തണ്ടൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു സൽക്കരിച്ചു. പറങ്കികളിൽ ഒരാൾക്ക് കരിന്തണ്ടന്റെ ഭാര്യയോട് അതിയായ മോഹം തോന്നി. ഭാര്യയെ ചോദിച്ചപ്പോൾ കരിന്തണ്ടൻ രോക്ഷാകുലനായി. അവർ തമ്മിൽ വഴക്കായി. അപ്പോൾ അതിലുള്ളൊരു ബ്രിട്ടീഷുകാരൻ കരിന്തണ്ടനോട് പറഞ്ഞു, ഐ വിൽ കിൽ യു ആൻഡ് ടേക്ക് യുവർ വൈഫ് എന്ന്. കരിന്തണ്ടൻ അവർക്കു നേരെ പടയൊരുക്കി. എന്നാൽ ശക്തനായ കരിന്തണ്ടനെ അവർക്കൊന്നും തന്നെ ചെയ്യാനാവില്ലെന്ന് മനസ്സിലായി. അവനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ അവർ ആലോചിച്ചു. അപ്പോഴാണ് അവർ കരിന്തണ്ടന്റെ വിശ്വസ്തനെ കയ്യിലെടുത്ത് കരിന്തണ്ടനെ കൊല്ലുവാൻ നീക്കങ്ങൾ ആരംഭിച്ചത്. കരിന്തണ്ടന്റെ വിശ്വസ്തന്റെ വാക്കുപ്രകാരം അവർ അത് നിർവഹിച്ചു. കരിന്തണ്ടൻ എന്നും സന്ധ്യാസ്നാനം ചെയ്യുവാൻ പോകുന്ന പുഴയിൽ അയാൾ ഇറങ്ങിക്കുളിക്കും. ആ സമയം അദ്ദേഹം തന്റെ വള അഴിച്ചുവെക്കും. അപ്പോൾ കരിന്തണ്ടനെ വധിക്കാൻ സാധിക്കും എന്ന് കരിന്തണ്ടന്റെ വിശ്വസ്തൻ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. ബ്രിട്ടീഷുകാർ ആ സമയത്തിനു വേണ്ടി കാത്തിരുന്നു. ദൂരെ നിന്നും കരിന്തണ്ടൻ വരുന്നത് അവർ കണ്ടു. കരിന്തണ്ടനെ വെടിവെച്ചു വീഴ്ത്താൻ നോക്കി. പക്ഷെ അദ്ദേഹം സാഹസികമായി രക്ഷപ്പെട്ടു. പിന്നെ കരിന്തണ്ടൻ കുളിക്കുമ്പോൾ കരിന്തണ്ടന്റെ വിശ്വസ്തനായ കൂട്ടുകാരൻ പുറകിൽ നിന്നും അയാളെ വെട്ടി വീഴ്ത്തി. പക്ഷെ അവനെയും കൊന്നതിനു ശേഷം കരിന്തണ്ടൻ ഇഴഞ്ഞിഴഞ്ഞു വരുമ്പോൾ മരിക്കാനായി ബ്രിട്ടീഷുകാരൻ വെടിവെക്കാൻ ഓർഡർ കൊടുത്തു. ഒരു ചിരി തൂകി കരിന്തണ്ടൻ പറഞ്ഞു, നിങ്ങൾക്കൊരിക്കലും ഇത് കിട്ടില്ല. ഈ സ്ഥലം എന്റെ പേരിൽ തന്നെ വരും കാലങ്ങളിൽ അറിയപ്പെടും. എന്റെ ആത്മാവ് എന്നും ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാമനുഷ്യൻ ജീവൻ വെടിഞ്ഞു. അന്നു മുതൽ ആ വഴി പോകുന്ന ബ്രിട്ടീഷുകാരെ എല്ലാം തന്നെ കരിന്തണ്ടന്റെ പ്രേതം കൊന്നു. ഭയന്നുപോയ ബ്രിട്ടീഷുകാർ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് കരിന്തണ്ടന്റെ പ്രേതത്തെ ഒരു മരത്തിൽ ആവാഹിച്ചു തളച്ചു ചങ്ങലയിട്ടു. അന്നു മുതൽ ആ പാത കരിന്തണ്ടന്റെ പേരിൽ അറിയാൻ തുടങ്ങി. ചരിത്രം ബ്രിട്ടീഷുകാരെ വാഴ്ത്തി. പക്ഷെ ആ പാവം മനുഷ്യൻ സ്വന്തം ജീവൻ കൊടുത്ത് ഇന്നും അതുവഴി പോകുന്ന ആളുകളെ ദൈവരൂപത്തിൽ രക്ഷിക്കുന്നു. കരിന്തണ്ടനെ കുറിച്ച് ആധികാരികമായി പറയാൻ ഇന്നും എഴുതപ്പെട്ട ചരിത്രമോ രേഖകളോ ഇല്ല. ആകെയുള്ളത് കുറച്ച് വായ്മൊഴി കഥകളും ഈ പറഞ്ഞ കരിന്തണ്ടന്റെ ആത്മാവിനെ ആവാഹിച്ചു കെട്ടിയ ചങ്ങലമരവും മാത്രമാണ്.
ഒരു ചരിത്ര നിയോഗത്തിന് തന്നെ കാരണക്കാരനായെന്ന് വിശ്വസിക്കുന്ന കരിന്തണ്ടന് ഈ ചങ്ങല മരമല്ലാതെ മറ്റൊരു സ്മാരകങ്ങളും ഇവിടങ്ങളിൽ എവിടെയും കാണാൻ കഴിയില്ല. പറഞ്ഞറിഞ്ഞുള്ള അറിവ് വെച്ച് പടിഞ്ഞാറേത്തറ അയ്യപ്പൻ എന്ന കലാകാരൻ കരിന്തണ്ടന്റെ ഒരു രൂപം തയ്യാറാക്കിയിട്ടുണ്ട്. വയനാടൻ ചുരത്തിന് കരിന്തണ്ടന്റെ പേരിടണമെന്ന വാദഗതിയും ഇപ്പോൾ സജീവമായി നിൽക്കുന്നുണ്ട്. ഇനിയൊരിക്കലെങ്കിലും താമരശ്ശേരി ചുരം കാണുന്നവർ ഓർക്കുക, വെള്ളാനകളുടെ നാടിലെ പപ്പുവിനെയും ഡയലോഗിനെയും മാത്രമല്ല, താമരശ്ശേരി മലമ്പാതയിലൂടെ മലയാള നാടിനെയും കിഴക്കിനെയും കൂട്ടിയിണക്കാൻ കാരണക്കാരനായ ആ ശക്തനെയും, നമ്മുടെ സ്വന്തം കരിന്തണ്ടനെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.